ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ എങ്ങോട്ട് കിടക്കാം? ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ആരാണെന്നറിയാമോ? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? മൈക്കിൾ ഫാരഡെയാണ്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻസർ എന്താണ്? മൈക്കിൾ ഫാരഡെ. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻസർ മൈക്കിൾ ഫാരഡെ. മൈക്കിൾ ഫാരഡെ. അതുപോലെ വൈദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് എന്ത്? വൈദ്യുതി. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ്. SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. എന്താണ്? ആംബിയർ ആണ്. അപ്പോൾ ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ടിന് തുല്യമാണ്. ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ടിന് തുല്യമാണ്. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്. അതുപോലെ തന്നെ നമ്മൾ വൈദ്യുതിയെക്കുറിച്ച് പറയുമ്പോൾ വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളാണെന്ത്? വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾക്ക് ഇംഗ്ലീഷാണ് കണ്ടക്ടേഴ്സ്. വൈദ്യുതിയെ കടത്തിവിടുന്ന കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ചാലകങ്ങൾ എന്ത് ചെയ്യുന്നു? ആ വൈദ്യുതിയെ കടത്തിവിടുന്നു. ലോഹങ്ങളെല്ലാം തന്നെ മെറ്റൽസ് എല്ലാം തന്നെ എന്തൊരു ഉദാഹരണമാണ്? മെറ്റൽസ് എല്ലാം തന്നെ കണ്ടക്ടേഴ്സ് ഉദാഹരണമാണ്. മെറ്റൽസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് കണ്ടക്ടേഴ്സ്. വൈദ്യുതിയുടെ ഏറ്റവും നല്ലൊരു കണ്ടക്ടറാണ് ഏത്? വെള്ളി കേട്ടോ. വെള്ളിയാണ് വൈദ്യുതി ഏറ്റവും കൂടുതൽ കടത്തി വിടുന്നത്. വെള്ളിയാണ്. സിൽവർ ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി കേട്ടോ. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നത് ഏറ്റവും കൂടുതൽ ആരാണ്? വെള്ളിയാണ്. അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതിയെ ഭാഗികമായി കടത്തിവിടുന്ന. ഉദാഹരണം ഏതാണ്? ഉദാഹരണം എന്ന് പറഞ്ഞാൽ ജർമേനിയവും സിലിക്കണും. ജർമേനിയം ആൻഡ് സിലിക്കൺ ആർ ദ എക്സാമ്പിൾസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ ജർമേനിയം എന്തിനുപയോഗിക്കുന്നു? സിലിക്കൺ എന്തിനുപയോഗിക്കുന്നു? സിലിക്കൺ IC ചിപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സിലിക്കൺ ഈസ് യൂസിങ് ഫോർ മേക്കിംഗ് IC ചിപ്സ്. IC ചിപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സിലിക്കൺ IC ചിപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇനി ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതിയെ കടത്തിവിടാത്തവയാണെന്ത്? ഇൻസുലേറ്ററുകൾ വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ഉദാഹരണം ഏതൊക്കെയാണ്? പേപ്പർ, മൈക്ക, വുഡ് ഒക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? പേപ്പർ, മൈക്ക, റബ്ബർ, വുഡ് ഒക്കെ എന്ത് ഉദാഹരണങ്ങളാണ്? ഇൻസുലേറ്ററുകളിൽ ഉദാഹരണമാണ് കേട്ടോ. പേപ്പർ വൈദ്യുതിയെ കടത്തിവിടത്തില്ല. റബ്ബർ വൈദ്യുതിയെ കടത്തിവിടത്തില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വൈദ്യുതിയെ കടത്തിവിടത്തില്ല. തടികൾ വൈദ്യുതിയെ കടത്തിവിടുന്നവയല്ല. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അതുപോലെ തന്നെ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രിക് മോട്ടോറാണ്. ഏതാണ്? ഇലക്ട്രിക് മോട്ടോറാണ്. ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. ആൻസർ എന്താണ്? ആൻസർ ഇലക്ട്രിക് മോട്ടോർ. അതുപോലെ തന്നെ യാന്ത്രികോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ. വൈദ്യോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? യാന്ത്രികോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു. ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ആൻസർ എന്താണ്? ഡൈനാമോ ഫോർ ജനറേറ്റർ. അതുപോലെ തന്നെ വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. എന്താണ്? തേപ്പുപെട്ടി. അതുപോലെ തന്നെ ഇലക്ട്രിക് ഓവൻ ആൻഡ് അയൺ ബോക്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ്
other device used to convert electrical energy to heat energy. ആ ഡിവൈസ് യൂസ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി. ആൻസർ എന്തൊക്കെയാണ്? അയൺ ബോക്സ്, ഇലക്ട്രിക് ഓവൻ. അതുപോലെ തന്നെ വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്നു. എന്തൊക്കെയാണ്? വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതൊക്കെയാണ്? ഇലക്ട്രിക് ബൾബ്, ട്യൂബ് കേട്ടോ. ഡിവൈസ് യൂസ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി. ആൻസർ ട്യൂബ്, ബൾബ്. ട്യൂബും ബൾബും ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഡിവൈസ് യൂസ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. അതായത് വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്നു. ആൻസർ എന്താണ്? ലൗഡ് സ്പീക്കർ. The device used to convert sound energy to electrical energy. The device used to convert sound energy to electrical energy. ആൻസർ എന്താണ്? മൈക്രോഫോൺ. അതായത് ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ആൻസർ എന്താണ്? മൈക്രോഫോൺ. അതുപോലെ പറയുകയാണെങ്കിൽ the device used to convert solar energy to electrical energy. ആൻസർ സോളാർ സെൽ ഓർ സോളാർ പാനൽ. സോളാർ സെല്ല് അല്ലെങ്കിൽ സോളാർ പാനല്. സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണിത്. സോളാർ സെല്ലുകൾ അല്ലെങ്കിൽ സോളാർ പാനലുകൾ. അതുപോലെ പറയുകയാണെങ്കിൽ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞതാണ്. പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു പറയുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് സെല്ല്. ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ആൻസർ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് സെല്ല്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ വൈദ്യുതിയുടെ മറ്റൊരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ദീപം ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് കാണുക, കേട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കും കാണാവുന്നതാണ്, ആർക്കും കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. ഈ പറയുന്നതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ 100% സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ്.